ഹലോ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇന്നലത്തേതിൻ്റെ ബാക്കി ഭാഗമാണ് കേട്ടോ. കല്യാണമൊക്കെ കഴിഞ്ഞ് നമ്മളെല്ലാവരും വീട്ടിലെത്തിയിട്ടും ചെക്കൻ്റെ ഉമ്മ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ചെക്കനും പെണ്ണും വെളിയിലായിപ്പോയി. ഒരു 3/4 മണിക്കൂറോളം വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് മാമി എത്തിയത്. ഓഡിറ്റോറിയത്തിൽ നിന്ന് നമ്മുടെ വീട്ടിലേക്ക് വരുന്ന ഏറ്റവും ലാസ്റ്റ് വണ്ടിയിലാണ് കേട്ടോ മാമി വന്നത്. എല്ലാവരെയും കണ്ടും സംസാരിച്ചൊക്കെ ഇരുന്ന് അങ്ങനെ ആയിപ്പോയതാണ്. അപ്പോൾ ചെക്കനും പെണ്ണും ഒരു 3/4 മണിക്കൂറോളം വെളിയിൽ നിൽക്കേണ്ടതായിട്ട് വന്നു. ഒരു 3 മണിക്ക് റിസപ്ഷൻ ഉള്ളതാണ്. അപ്പോൾ ഇനി അടുത്ത ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് അങ്ങോട്ട് പോവേണ്ട ഒരു ചടങ്ങും കൂടിയുണ്ട്. പിന്നെ നമ്മുടെ വീടിനുള്ളിൽ കയറ്റേണ്ട ചടങ്ങ്, പിന്നെ കുറേ പാലും പഴമൊക്കെ കൊടുക്കുന്ന അങ്ങനെ കുറേ ചടങ്ങുകളൊക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് വേണം പോകാൻ. ഇപ്പം തന്നെ ഏകദേശം ഒരു 3 മണി ആയിട്ടുണ്ട്. അപ്പോൾ അവൾക്ക് നല്ല ടയർഡായതുകൊണ്ട് തന്നെ റെസ്റ്റ് എടുക്കണമെന്നും പറഞ്ഞു. അപ്പോൾ ടൈം നമുക്ക് ഒട്ടുമില്ല. കാരണം നമ്മൾ ഓഡിറ്റോറിയം വീട്ടിൻ്റെ അടുത്തുള്ള ഒരു പള്ളി ഹാളാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അവിടെ വന്നിട്ട് ആൾക്കാർ നമ്മുടെ വീട്ടിലേക്ക് കൂടി വന്നു തുടങ്ങി. അതുകൊണ്ട് തന്നെ നമ്മുടെ ചടങ്ങുകളൊക്കെ ശടപടേന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ അവൾക്ക് റെസ്റ്റ് എടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു 10 മിനിറ്റ് റെസ്റ്റ് എടുക്കാനായിട്ട് കൊടുത്തു. കാരണം രാവിലെ മുതൽ ഒരുങ്ങി നിൽക്കുന്നതുകൊണ്ട് തന്നെ ആൾ നല്ല ടയേർഡായിരുന്നു. പിന്നെ ഇത്രയും ദൂരത്തെ യാത്രയുടെ ഒരു ക്ഷീണമുണ്ട്. റിസപ്ഷന് നമ്മൾ ആളുകളെ ക്ഷണിച്ചിരുന്നത് 3 മണിക്കാണ്. നമ്മൾ പക്ഷേ ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ 4 മണി കഴിഞ്ഞു കേട്ടോ. പിന്നെ പെട്ടെന്ന് തന്നെ അവളെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് റെഡിയാക്കി. ഒരുങ്ങി റിസപ്ഷൻ നടക്കുന്ന സ്ഥലത്തേക്ക് പോയി കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ വീട്ടിലേക്ക് പോയത് കേട്ടോ. അപ്പോൾ വീട്ടിലേക്ക് പോയി ഞങ്ങൾക്കും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഒന്ന് റെഡിയായി വരണമായിരുന്നു. പിന്നെ കുട്ടികളൊക്കെ നല്ല ക്ഷീണമായിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവരെയൊക്കെ ഒന്ന് ഓക്കെയൊക്കെ എടുക്കണം. അങ്ങനെ കുറേ കഴിഞ്ഞിട്ടാണ് നമ്മൾ റിസപ്ഷൻ ഹാളിലെത്തിയത്. അപ്പോഴേക്കും അവിടെ നിന്ന് ആളുകൾ വരാനുള്ള ടൈമായി. പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് അവരുടെ ആൾക്കാർ വരാനുള്ള ടൈമായി. അപ്പോൾ നമ്മൾ എല്ലാവരും അവരെ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അവരെല്ലാവരും എത്തി കേട്ടോ. സത്യത്തിൽ നമുക്ക് റിസപ്ഷൻ എൻജോയ് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. രാവിലത്തെ ഓഡിറ്റോറിയത്തിലേക്കുള്ള യാത്രയുടെ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അത്രയ്ക്ക് ലോങ് ട്രിപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ ആ കുട്ടികളും നല്ല ക്ഷീണത്തിലൊക്കെ ആയിരുന്നു. सखियां ने सजना है मैं भी सवरना है अज दिन चढ़े यार तेरे नाम दा वे अज सजया है वे सारा शहर अज हो गई आवे रब दी महर हाय सजया है वे सारा शहर अज हो गई आवे रब दी महर।